നമസ്തേ, ഓം നമ ശിവായ. എല്ലാവർക്കും ആത്മപ്രണാമം. 2025 ഫെബ്രുവരി 26 മഹാശിവരാത്രിയാണ്. നമ്മളെ ധാരാളം പഠിതാക്കൾ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ മഹാശിവരാത്രിയിൽ യോഗ ചെയ്യുന്നവർ അല്ലെങ്കിൽ തന്ത്ര ചെയ്യുന്നവർ അല്ലെങ്കിൽ ആധ്യാത്മിക വിഷയങ്ങളിൽ താല്പര്യമുള്ളവർ ഏത് രീതിയിലാണ് ശിവരാത്രിയെ ആചരിക്കേണ്ടത്? ഇത് ലഘുവായിട്ട് ലളിതമായി ശിവരാത്രി എങ്ങനെ ആചരിക്കാം എന്നൊന്ന് പറഞ്ഞു തരാമോ? ശിവരാത്രി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശിവന്റെ രാത്രി എന്നുള്ളതാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളകരമായ, സത്യമായ, ഉണ്മയായ ഈശ്വരീയ ചൈതന്യമാണ് ശിവൻ എന്നുള്ളത്. ശിവാരാധന വളരെ പൗരാണികമാണ്. ആ മഹാദേവനെയാണ് നമ്മൾ പരബ്രഹ്മം എന്നും പരമേശ്വരൻ എന്നും പറയുന്നത്. ദേവന്മാരുടെ ദേവനായിരിക്കുന്ന മഹാദേവൻ, ഏകമായ സത്യമായ പരബ്രഹ്മം, അത് പരമേശ്വരനാണ് എന്ന് നമ്മളുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും നമ്മളുടെ ഇതിഹാസങ്ങളിലും നമ്മളുടെ ഗുരുപരമ്പരാ സമ്പ്രദായങ്ങളിലും എല്ലാം ശിവന് പരമ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ശിവൻ വളരെ വ്യത്യസ്തമായ രൂപത്തിൽ, ഭാവത്തിൽ, സമ്പ്രദായത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരു ദേവനാണ്. ധ്യാനം ചെയ്യുന്ന ഏകനായ പരമേശ്വരന്റെ രൂപമുണ്ട്. അതുപോലെ തന്നെ പാർവതി സമേതനായിരിക്കുന്ന, ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്ന പരമശിവന്റെ രൂപമുണ്ട്. അല്ലെ, ഹിമാലയത്തില് കൈലാസത്തില് പാർവതി എന്ന ഭാര്യയോടും ഗണപതി, സുബ്രഹ്മണ്യൻ എന്നീ പുത്രന്മാരോടും കൂടിയുള്ള ശിവശങ്കര ഋഷി എന്നൊരു സങ്കല്പത്തിൽ ശിവനെ നമ്മൾ ആരാധിക്കാറുണ്ട്. അർദ്ധനാരീശ്വരനായി, പകുതി സ്ത്രീയും പകുതി പുരുഷനും പകുതി ശക്തിയും പകുതി ശിവനുമായിരിക്കുന്ന രൂപമായിട്ട് ശിവനെ നമ്മൾ ആരാധിക്കാറുണ്ട്. അഘോര സമ്പ്രദായത്തിൽ അഘോരിയായി ശിവനെ ആരാധിക്കാറുണ്ട്. താന്ത്രികന്മാരിൽ ഏറ്റവും വലിയ താന്ത്രികനായി പരമശിവനെ ആരാധിക്കാറുണ്ട്. ഏറ്റവും വലിയ കൗളനായി, അല്ലെ, കുലാചാരിയായിട്ട് മഹാദേവനെ നമ്മൾ ആരാധിക്കാറുണ്ട്. നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും ഗീതത്തിന്റെയും വാദ്യത്തിന്റെയും ഒക്കെ ദേവനായി മഹാദേവനെ നമ്മൾ ആരാധിക്കാറുണ്ട്. അപ്പൊ ഇത്രയും അധികം വൈവിധ്യതകളുള്ള, ഇത്രയും അധികം സമ്പ്രദായങ്ങളിൽ ആരാധിക്കപ്പെടുന്ന ഒരു ദേവൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഈ ശിവരാത്രി ദിനത്തിൽ നമ്മൾ ഉപാസകര് അല്ലെങ്കിൽ ആധ്യാത്മിക മേഖലയിലുള്ളവർ ചെയ്യേണ്ടത്, ശിവരാത്രിക്ക് മുമ്പ് കുറഞ്ഞതൊരു 3 ദിവസം മുമ്പ് വ്രതം സ്വീകരിക്കുക, അല്ലെങ്കിൽ 5 ദിവസം മുമ്പ്, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ്, 7 ദിവസത്തെങ്കിലും വ്രതത്തോടു കൂടി ശിവരാത്രി ദിനം നമ്മൾ ആചരിച്ചാൽ വളരെ നന്നായിരിക്കും. എന്താണ് വ്രതം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഉള്ളിലെ ശക്തികളെ സംരക്ഷിക്കുക എന്നൊരർത്ഥത്തിലാണ് വ്രതം നമ്മൾ സ്വീകരിക്കാറുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ സസ്യാഹാരികളും മാംസാഹാരികളും ഒക്കെ ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ വ്രതം സ്വീകരിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾ സസ്യാഹാരം ശീലിക്കുക. അതുപോലെ തന്നെ ബ്രഹ്മചര്യ വ്രതം, നമ്മളുടെ സെക്ഷൽ ആയിരിക്കുന്ന കാര്യങ്ങളൊക്കെ താൽക്കാലികമായിട്ട് നമ്മൾ നിർത്തുക. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? കൂടുതൽ ഊർജത്തെ സംഭരിക്കുന്നതിന് വേണ്ടിയാണ്. ആധ്യാത്മികമായിട്ടുള്ള സാധനകൾ ചെയ്യാൻ വേണ്ടി, കൂടുതൽ ആഴത്തിൽ ജപം ചെയ്യാൻ വേണ്ടി, ധ്യാനം ചെയ്യാൻ വേണ്ടി, പ്രാണശക്തിയെ സംഭരിച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് വ്രതം നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ സസ്യാഹാരം ശീലിക്കുക, ബ്രഹ്മചര്യ വ്രതം നമ്മൾ ശീലിക്കുക. ഇത് ശിവരാത്രി ദിവസത്തിൽ മാത്രമാണ്. ശിവരാത്രി കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. സാധാരണ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പഴനിയിലൊക്കെ പോകുമ്പോൾ, വ്രതമെടുത്ത് ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ചെയ്യാറുള്ള കോമൺ ആയിരിക്കുന്ന ഒരു കാര്യമാണ് ആഹാരത്തിലും നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരുന്ന ചില നിയന്ത്രണങ്ങൾ എന്ന് പറയും. ഈ ശിവരാത്രി ദിനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ശിവരാത്രി ദിനത്തിന്റെ മാത്രമല്ല, 2025 ജനുവരി 13 മുതൽ ഈ ശിവരാത്രി ദിനം 26 വരെയാണ് മഹാകുംഭമേള നടക്കുന്നത്. അല്ലെ, 144 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഗ്രഹങ്ങളുടെ പ്രത്യേകമായിരിക്കുന്ന ഒരു ക്രമീകരണവും അത് നമ്മളുടെ ഭൂമിയിലും മനുഷ്യ ശരീരത്തിലും മനസ്സിലും ചക്രങ്ങളിലും ഒക്കെ ഉണ്ടാക്കുന്ന വളരെ വലിയ ഊർജവും. അതുകൊണ്ടാണ് ഈ സമയത്ത് സാധനയ്ക്ക് വളരെയധികം പ്രാധാന്യം വരുന്നത്. കുംഭമേളയും ജനുവരി 13 തുടങ്ങി 26 വരെയാണ്. അപ്പൊ ഈ സമയം സാധനയ്ക്കുള്ളതാണ്, ഉപാസനയ്ക്കുള്ളതാണ്, മന്ത്രജപത്തിനുള്ളതാണ്. അത് ഏറ്റവും അധികം അതിന്റെ പരമ കോടി അല്ലെങ്കിൽ പരകോടിയിൽ എത്തുന്ന സമയം എന്ന് പറയുന്നത് ഈ ശിവരാത്രി ദിവസമാണ്. അപ്പൊ ശിവരാത്രിക്ക് 3 ദിവസം മുമ്പോ 5 ദിവസം മുമ്പോ 7 ദിവസം മുമ്പോ വ്രതമെടുക്കാം. ഇനി ഒട്ടും പറ്റാത്തവരാണെങ്കിൽ ശിവരാത്രിയുടെ തലേ ദിവസം മുതലെങ്കിലും വ്രതം നമ്മൾ സ്വീകരിക്കുക. സസ്യാഹാരം ശീലിക്കുക, ബ്രഹ്മചര്യ പാലനം, അതേപോലെ നമ്മുടെ മനസാ വാച കർമ്മണ ഉള്ള നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു സാത്വികത നമ്മൾ പുലർത്തുക. കൂടുതലും മൗനവ്രതം ആചരിക്കുക. ശിവരാത്രി ദിനത്തിൽ മൗനവ്രതം എന്ന് വെച്ചാൽ മന്ത്രം ജപിക്കാനായിട്ട് ശബ്ദിക്കുക, അതല്ലാതെ മറ്റ് ആൾക്കാരും ഒക്കെ ആയിട്ട് സംസാരിച്ച് നമ്മളുടെ സമയം കളയാതെ. അപ്പൊ ഇത്തരത്തില് വ്രതം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലളിതമായി വീടുകളിൽ ചെയ്യാവുന്ന ഒരു ഉപാസനയുണ്ട്. ഇപ്പൊ യോഗമാർഗത്തില് നമുക്ക് ചെയ്യാവുന്ന ലളിതമായ ഒരു ഉപാസനാക്രമമാണ് ഇവിടെ പറയുന്നത്. ദിവസവും ശിവക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമം. വ്രതം സ്വീകരിക്കുന്നത് മുതൽ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക. രാവിലെ 4 മണിക്കും 6 മണിക്കും ഇടയിലുള്ള സമയമാണ് സാധാരണയായി ബ്രഹ്മമുഹൂർത്തം അല്ലെങ്കിൽ ബ്രാഹ്മമുഹൂർത്തം, സരസ്വതി യാമം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എഴുന്നേൽക്കുക. രാവിലെ തന്നെ എഴുന്നേറ്റ് പല്ല് തേച്ച് ബാത്റൂമിൽ പോയി കുളിച്ച് വൃത്തിയായി വരിക.
എന്നിട്ട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് ഇരിക്കുക. ധ്യാനമൊക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ അത്തരത്തിലുള്ള ധ്യാനങ്ങൾ ചെയ്യാം. ധ്യാനം അറിയാത്ത ഒരാളാണെങ്കിൽ പോലും ഈ ഒരു പരിശീലനം ചെയ്യാവുന്നതാണ്. നമ്മൾ കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുക, നട്ടെല്ല് നിവർത്തിയിരിക്കുക, 10 കൈവിരൽ തുമ്പുകൾ ഇങ്ങനെ ടച്ച് ചെയ്ത് വെക്കുക. പഞ്ചഭൂത മുദ്ര എന്ന് പറയും. മടിയിൽ വെക്കുക. ശ്വാസം 2 മൂക്കിലൂടെയും ഉള്ളിലേക്ക് എടുക്കുക, കണ്ണടച്ചിരുന്നിട്ട്. അപ്പോൾ മനസ്സിൽ ഓം നമ, ശ്വാസം കയറുന്ന നീളത്തിന് അനുസൃതമായി മനസ്സിൽ ഓം നമ 2 മൂക്കിലൂടെയും ദീർഘമായി വിടുക. മനസ്സിൽ ശിവായ. എന്ത് ചെയ്യും? പഞ്ചഭൂത മുദ്രയിലിരിക്കും, നട്ടെല്ല് നിവർത്തിയിരിക്കും, നിലത്തിരിക്കാം, കസേരയിലിരിക്കാം, കണ്ണടച്ചിരിക്കുക, പുഞ്ചിരിയോടെ ഇരിക്കുക, 2 മൂക്കിലൂടെയും ബ്രീത്ത് എടുക്കുക. ദീർഘമായി ബ്രീത്ത് ഉള്ളിലേക്ക് കയറുമ്പോൾ ആ ബ്രീത്ത് കയറുന്ന അനുഭവം, ശബ്ദം നമ്മളൊന്ന് കേൾക്കുക. ശ്വാസം ഉള്ളിലേക്ക് കയറുമ്പോൾ ശ്വാസനീളത്തിനനുസൃതമായി മനസ്സിൽ ഓം നമ എന്ന് ജപിക്കുക. ദീർഘമായി ബ്രീത്ത് മൂക്കിലൂടെ വിടുക. അപ്പോൾ മനസ്സിൽ ശിവായ എന്ന് ജപിക്കുക. ബ്രീത്ത് എടുക്കുമ്പോൾ മനസ്സിൽ ഓം നമ, ബ്രീത്ത് അപ്പോൾ തന്നെ പുറത്തേക്ക് വിടും, മനസ്സിൽ ശിവായ. ബ്രീത്ത് 2 മൂക്കിലൂടെയും ദീർഘമായി എടുക്കും, മനസ്സിൽ ഓം നമ, 2 മൂക്കിലൂടെയും ദീർഘമായി വിടും, ശ്വാസനീളത്തിനനുസൃതമായി മനസ്സിൽ ശിവായ. ഇതൊരു ലളിതമായ പ്രാണായാമമാണ്. പ്രാണനിൽ മന്ത്രം ജപിക്കുന്ന അതിശക്തമായൊരു പ്രാണായാമമാണ്. അപ്പൊ ശ്വാസം എടുക്കുമ്പോൾ ആ ശ്വാസം കയറുന്ന അനുഭവം അല്ലെങ്കിൽ ആ ഒരു ശബ്ദം നമ്മൾ ചെവി കൊണ്ടൊന്ന് കേൾക്കണം, അനുഭവത്തെ അറിയണം. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ആ അനുഭവത്തെ അല്ലെങ്കിൽ ആ ശബ്ദത്തെ നമ്മൾ കേൾക്കണം. കയറുന്ന ശ്വാസത്തിൽ ഓം നമ എന്ന മന്ത്രം ശ്വാസനീളത്തിനനുസൃതമായി മനസ്സിൽ ജപിക്കണം. പുറത്തേക്ക് ശ്വാസം വിടുന്ന സമയത്ത് പുറത്തേക്കുള്ള ശ്വാസം പോകുന്നത് അറിയണം. ശ്വാസനീളത്തിനനുസൃതമായി മനസ്സിൽ ശിവായ എന്ന് ജപിക്കണം. മനസ്സിലാണ്, ശബ്ദത്തിലല്ല. ബ്രീത്ത് കയറി മനസ്സിൽ ഓം നമ, ബ്രീത്ത് ദീർഘമായി വിടുമ്പോൾ ആ നീളത്തിനനുസൃതമായി ശിവായ എന്ന് ജപിക്കുക. അപ്പൊ ഓം നമ ശിവായ പഞ്ചാക്ഷരി മന്ത്രം 7 കോടി മഹാമന്ത്രങ്ങളിൽ ശ്രേഷ്ഠമായ മന്ത്രമാണ്. പരമശിവന്റെ മന്ത്രമാണ്. അല്ല, ഈ മന്ത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദീക്ഷയില്ലാതെ ജപിക്കാം. നമ്മൾ ചില താന്ത്രിക മന്ത്രങ്ങളൊക്കെ ഗുരുവിൽ നിന്ന് യഥാവിധി ദീക്ഷ സ്വീകരിച്ച് ജപിക്കണം. പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറഞ്ഞാൽ ദീക്ഷയില്ലാതെ ആർക്കും ജപിക്കാം എന്നുള്ളതാണ്. പരമേശ്വരന്റെ മന്ത്രമാണ്, പരമഗുരുവിന്റെ മന്ത്രമാണ്, ഋഷികൾ ജപിക്കുന്ന മന്ത്രമാണ്, ഗുരുക്കന്മാർ ജപിക്കുന്ന മന്ത്രമാണ്, ചൊല്ലുന്നയാളെ ഋഷിയാക്കുന്ന മന്ത്രമാണ്. സാധാരണ മനുഷ്യനെ അതിമാനുഷ്യനും യോഗിയും അതേപോലെ തന്നെ അയാളുടെ ബോധത്തെ ഋഷിക ബോധത്തിലേക്കും ദൈവിക ബോധത്തിലേക്കും ഈശ്വരീയ ബോധത്തിലേക്കും നയിക്കുന്ന അതിശക്തമായ മന്ത്രമാണ്. എത്ര ജന്മാന്തര കർമ്മദോഷങ്ങളും ദുരിതങ്ങളും പാപങ്ങളും ഉള്ളതാണെങ്കിലും അതിനെല്ലാം ഇരിക്കുന്ന മന്ത്രമായിട്ടാണ് ഋഷികൾ ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തെ പറയുന്നത്. എല്ലാ അഭീഷ്ടങ്ങളും എല്ലാ ആഗ്രഹങ്ങളും നേടിത്തരുന്ന മന്ത്രമാണ് ഓം നമ ശിവായ എന്നുള്ളത്. ശുദ്ധാശുദ്ധങ്ങൾ ബാധകമില്ലാതെ ജപിക്കാവുന്ന മന്ത്രമാണ്. പ്രത്യേകിച്ച് ഗുരുവിന്റെ ഉപദേശമില്ലാതെ തന്നെ ജപിക്കാൻ കഴിയുന്ന മന്ത്രമാണ്. ദിവസവും നമ്മൾ ഏത് ദേവതയെ ആരാധിക്കുന്നവരാണെങ്കിലും ഏത് ഇഷ്ടദേവതയുള്ളവരാണെങ്കിലും ശരി, ഈ പഞ്ചാക്ഷരി മന്ത്രം ഓം നമ ശിവായ ഒരു ദിവസം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. നമ്മളുടെ അവതാരങ്ങൾ പോലും മഹാദേവനെ ആരാധിച്ചിരുന്നു. രാവണനുമായിട്ടുള്ള യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ശ്രീരാമൻ ശിവലിംഗ പൂജ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അനന്ത പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ വിഗ്രഹത്തിന്റെ ഒരു കൈ കൊണ്ട് ശിവപൂജ ചെയ്യുന്നതായിട്ടാണ്, ശിവലിംഗത്തെ പൂജിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മളുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും നമ്മളുടെ ഗുരുപരമ്പരാ സിസ്റ്റത്തിലുമൊക്കെ ശിവാരാധനയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അവതാരങ്ങൾ പോലും ആരാധിച്ചിരുന്നത് മഹാദേവനെയാണ്, പരബ്രഹ്മത്തെയാണ്, പരമശിവനെയാണെന്ന് പറയും. അപ്പൊ നമുക്ക് ഏത് ഇഷ്ടദേവതകൾ ഉള്ളവരാണെങ്കിലും നിങ്ങൾ ഏത് സമ്പ്രദായം പിന്തുടരുന്നവരാണെങ്കിലും ശാക്തേയമാകട്ടെ, വൈഷ്ണവമാകട്ടെ, ഗാണവത്യമാകട്ടെ, സ്കാന്തമാകട്ടെ, സൗരമാകട്ടെ, മറ്റേത് ഉപദേവതകളെ ആരാധിക്കുന്നവരാണെങ്കിലും ശരി, രാവിലെ കുറഞ്ഞതൊരു 108 പഞ്ചാക്ഷരിയെങ്കിലും, ഒരു മാല പഞ്ചാക്ഷരിയെങ്കിലും, ഇല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് ഓം നമ ശിവായ എന്ന മന്ത്രം ഒരു വിളക്ക് കത്തിച്ചു വെച്ച് കുളിച്ച് ശുദ്ധമായി വന്നിരുന്ന് ചെയ്താൽ വളരെ നല്ലത്. ഇനി കുളിക്കാനൊന്നും പറ്റുന്നില്ലെങ്കിൽ പോലും ശുദ്ധാശുദ്ധങ്ങൾ ബാധകമല്ലാത്ത മന്ത്രമായതുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു 2-3 മിനിറ്റ് കട്ടിലിൽ ഇരുന്ന് മഹാദേവന്റെ രൂപത്തെ മനസ്സിൽ കണ്ട് ഓം നമ ശിവായ ജപിക്കുന്നത് ഉത്തമമാണെന്നാണ് ഋഷികൾ പറയുക. പഞ്ചാക്ഷരി മന്ത്ര ജപമുണ്ടെങ്കിൽ നമ്മൾക്ക് ആധ്യാത്മിക മേഖലയിൽ മഹാദേവൻ വഴികാട്ടും. ആചാര്യന്മാരെ, ഗുരുക്കന്മാരെ നമ്മളുടെ മുന്നിലെത്തിക്കും എന്നാണ് പറയുക. അതുപോലെ തന്നെ ഭൗതികമായ ധനധാന്യ സമ്പദ് സമൃദ്ധിയും പൂർവ്വജന്മ കർമ്മങ്ങളുടെ ദുഃഖങ്ങളുടെ ദുരിതങ്ങളുടെ നാശവും ഗ്രഹദോഷങ്ങളിൽ നിന്നുള്ള നാശവും ആഭിചാര ദുർമന്ത്രവാദ അങ്ങനെയുള്ള ചില പ്രയോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും ഒക്കെ മഹാദേവനെ നമ്മൾ ആരാധിച്ചാൽ ലഭിക്കുമെന്നാണ് പറയുക.
അപ്പൊ ഏത് ദേവതകളെ ആരാധിക്കുന്നവരാണെങ്കിലും ദിവസവും 108 പഞ്ചാക്ഷരിയെങ്കിലും അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ മന്ത്രം ഭക്തിയോടെ ജപിക്കുന്നത്, ശിവാരാധന ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു, ശ്വാസം മൂക്കിലൂടെ എടുത്ത് മൂക്കിലൂടെ വിടും. അതൊരു 10 എണ്ണം നമ്മൾ ചെയ്യുക. മൂക്കിലൂടെ ദീർഘമായി എടുത്തു, മനസ്സിൽ ഓം നമ. മൂക്കിലൂടെ ദീർഘമായി വിട്ടു, മനസ്സിൽ ശിവായ. ശ്വാസം എടുക്കുമ്പോൾ ശ്വാസനീളത്തിനനുസൃതമായി മനസ്സിൽ ഓം നമ. ശ്വാസം മൂക്കിലൂടെ ദീർഘമായി വിടുമ്പോൾ ശ്വാസനീളത്തിനനുസൃതമായ മനസ്സിൽ ശിവായ. എടുത്ത് വിടുമ്പോൾ ഒരു റൗണ്ട് ആകും. അങ്ങനെ 10 റൗണ്ട് ചെയ്യുക. ശേഷം ഒരു അരമിനിറ്റ് 1 മിനിറ്റ് സൈലന്റ് ആയിട്ടിരിക്കുക, പുഞ്ചിരിയോടെ ഇരിക്കുക. ശ്വാസം എടുത്ത് വിട്ടതിന് ശേഷം ബ്രീത്തിൽ ഓം നമ ശിവായ മന്ത്രം ജപിച്ചതിന് ശേഷം എന്താണ് നമ്മുടെ ഉള്ളിൽ അനുഭവവേദ്യമാകുന്നത്, നട്ടെല്ലിൽ ശിരസിൽ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ഒബ്സർവ് ചെയ്യുക. ഒരു അരമിനിറ്റ് 1 മിനിറ്റ് ശാന്തമായി ഒന്ന് ഇരിക്കുക. അതിനുശേഷം കൈകൾ നെഞ്ചിന് മധ്യയിൽ തൊഴുതു പിടിക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് 10 മിനിറ്റ് പഞ്ചാക്ഷരി മന്ത്രം കേൾക്കാവുന്ന ഉച്ചത്തിൽ ഓം നമ ശിവായ ജപിക്കുക. ഓം നമ ശിവായ 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 ഓം നമ ശിവായ. അധികം വേഗത്തിലാകരുത്, വളരെ സ്ലോവിലുമാകരുത്. ഒരു മീഡിയം സ്പീഡില് ആ മഹാദേവൻ നമ്മുടെ മുമ്പിലുണ്ട്, പരമശിവൻ നമ്മുടെ മുമ്പിൽ വന്ന് ഇരുന്നാൽ, പ്രത്യക്ഷപ്പെട്ടാൽ നമ്മൾ എത്ര ഭക്തിയോടെ വിശ്വാസത്തോടെ സമർപ്പണത്തോടെ നമ്മൾ ചെയ്യും. ആ ഒരു ഭാവം, ആ ഒരു വിശ്വാസം നമ്മൾ ജപസമയത്ത് വേണം. മഹാദേവൻ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മൾ ചൊല്ലുന്നത് അദ്ദേഹം കേൾക്കുന്നുണ്ട്, അദ്ദേഹം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട് എന്ന ഭാവത്തിൽ നമ്മൾ ജപിക്കണം. അങ്ങനെ സ്പഷ്ടമായി ഓം നമ ശിവായ വാഗൊണ്ട് ചൊല്ലുന്നത് ചെവി കൊണ്ട് കേൾക്കണം. വൈഖരി ജപം എന്ന് പറയും. പിന്നെ മറ്റൊരു ജപമുണ്ട് ഉപാംശു, പിറുപിറുക്കുന്നത് പോലെ ജപിക്കും. മറ്റൊന്നുണ്ട് ജിഹ്വികം, വായൊക്കെ അടച്ച് നാവ് മാത്രം പതുക്കെ ചലിപ്പിച്ചുകൊണ്ടുള്ള ജപമുണ്ട് ജിഹ്വികം. പിന്നീട് ഒന്നും അനങ്ങാതെ, ശബ്ദം പോലുമില്ല, നാവനങ്ങില്ല, ചുണ്ടനങ്ങില്ല, മനസ്സിൽ ജപിക്കും, മാനസിക ജപം എന്ന് പറയും. അപ്പൊ ആദ്യഘട്ടത്തിൽ നല്ലത് ഉച്ച ജപമാണ്, അതായത് വാഗൊണ്ട് ചൊല്ലുന്നത് ചെവി കൊണ്ട് കേട്ട് ജപിക്കുന്നതാണ്. അതില് ശ്രദ്ധ വന്നാൽ നമുക്ക് മറ്റു പല ജപത്തിന്റെ തലങ്ങളിലേക്കും പോകാം. എങ്കിലും തുടക്കക്കാർക്ക് ഓം നമ ശിവായ കേൾക്കാവുന്ന ഉച്ചത്തിൽ ജപിക്കുന്നത് നല്ലതാണ്. രാവിലെയും വൈകിട്ടും ഒക്കെ വിളക്ക് വെച്ചിട്ട് ഇരുന്ന് ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇനി അതില്ലെങ്കിൽ പോലും യാത്രാവേളകളിലാണ് സമയം കിട്ടുന്നതെങ്കിൽ അവിടെ ജപിക്കാം. ശിവരാത്രി വ്രതം സ്വീകരിക്കുന്നവർ ഈ പറഞ്ഞ പ്രാണായാമം ഒന്ന് ചെയ്തിട്ട്, ശ്വാസം എടുത്തു വിടുന്ന ഒരു ക്രിയ ചെയ്തിട്ട് പഞ്ചാക്ഷരി മന്ത്രം ഒരു 10 മിനിറ്റെങ്കിലും വൈകിട്ടോ രാവിലെയോ വിളക്ക് വെച്ച് ജപിച്ചാൽ ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ ശിവരാത്രി വ്രതം എടുക്കുമ്പോൾ പരമാവധി ശിവക്ഷേത്രങ്ങളിലെ സന്ദർശനം നടത്തുക. ശിവൻ പ്രധാന പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളോ ഉപദേവത പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശിക്കുക. അവിടെ ഇരുന്ന് ഓം നമ ശിവായ ഈ ഒരു പ്രാണായാമം ചെയ്തിട്ട് 10 എണ്ണം ചെയ്തിട്ട് ഓം നമ ശിവായ ജപിക്കുക 10 മിനിറ്റ്. നമുക്ക് കൂടുതൽ സമയമുണ്ടെങ്കിൽ ഈ പ്രാണായാമം 10 എണ്ണം ചെയ്യണം, ഒരു 10 മിനിറ്റ് ജപം ചെയ്യണം, വീണ്ടും പ്രാണായാമം 10 എണ്ണം ചെയ്യണം, വീണ്ടും ഒരു 10 മിനിറ്റ് ജപം ചെയ്താൽ നല്ല അനുഭവമായിരിക്കും. ഒരു അരമണിക്കൂറെങ്കിലും ഈ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വല്ലാത്ത എനർജി, മഹാദേവന്റെ ആ ഒരു ശക്തി, ഒരു സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യും. കലികാലത്തിൽ മന്ത്രജപത്തിനാണ് ഏറ്റവും പ്രാധാന്യം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പരമശിവന്റെ മന്ത്രം ഓം നമ ശിവായ എന്ന മന്ത്രം നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദുഃഖ ദുരിതങ്ങളെയും ഇല്ലാതാക്കുന്ന, ഭസ്മീകരിക്കുന്ന മന്ത്രമാണെന്നറിയുക. ജീവിതത്തിനൊരു വെളിച്ചം, ജീവിതത്തിൽ മഹാദേവൻ നമ്മളെ കൈപിടിച്ച് നയിക്കും എന്നാണ് ഋഷികൾ ഈ മന്ത്രത്തെ പറ്റി പറയും. ഏത് പ്രതിസന്ധി വരുമ്പോഴും, ജീവിതത്തിലെ എത്ര വലിയ ദുഃഖം വരുമ്പോഴും, നിരാശ വരുമ്പോഴും ഇനി എന്ത് ചെയ്യണം എന്ന് നമ്മൾ വഴിയറിയാതെ ജീവിത പ്രതിസന്ധികൾക്ക് മുന്നിൽ, പ്രാരാബ്ധങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പഞ്ചാക്ഷരി ജപിക്കുക, നന്നായിട്ട് ജപിക്കുക. ഒരു 30 ദിവസമൊക്കെ പഞ്ചാക്ഷരി ദിവസവും ഒരു 10 മിനിറ്റ് സമയം ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇത് ധാരാളം അനുഭവസ്ഥര് പറഞ്ഞിരിക്കുന്നതാണ്, ഈ ഒരു സാക്ഷ്യമാണത്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് ശിവരാത്രി നമുക്ക് ആരാധിക്കാം. അപ്പോൾ വ്രതം സ്വീകരിക്കുക, ദിവസവും ഈ ഒരു പ്രാണായാമം ചെയ്ത് പഞ്ചാക്ഷരി മന്ത്രം 10 മിനിറ്റ് ജപിക്കുക, ശിവക്ഷേത്രത്തിൽ നമ്മൾ പോകുക. 26-ാം തീയതി ശിവരാത്രി ദിവസത്തിൽ മറ്റൊരിടത്തും പോകാതെ അമ്പലത്തിൽ പോകാം, വീട്ടിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ജപത്തിനൊക്കെ താല്പര്യമുള്ള ഗ്രൂപ്പിലുള്ളവർക്ക് തന്നെ താല്പര്യമുണ്ടെങ്കിൽ ഈ രീതിയിൽ ആ ശ്വാസം 10 തവണ എടുത്തു വിടുക, പ്രാണായാമം ചെയ്യുക, 10 മിനിറ്റ് മന്ത്രം ജപിക്കുക, ശാന്തമായി മഹാദേവനെ ഒരു 2-3 മിനിറ്റ് ധ്യാനിക്കുക, വീണ്ടും 10 തവണ ബ്രീത്ത് എടുത്തു വിടുക, പ്രാണായാമം ചെയ്യുക, അടുത്ത 10 മിനിറ്റ് മന്ത്രം ജപിക്കുക, ഒരു 2-3 മിനിറ്റ് ശാന്തമായിട്ടിരിക്കുക. ഈ രീതിയിൽ ചെയ്താൽ വളരെ വളരെ നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് ഈ രീതിയിൽ ശിവരാത്രി വ്രതം സ്വീകരിച്ചുകൊണ്ട് ഉപാസന ചെയ്യാം. നമസ്തേ.
സ്വരൂപ